ബണ്ടി, വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചെടികളെല്ലാം വളർത്തി ഈ നിലയിൽ എത്തിച്ചത്. നീ ഇതെല്ലാം സ്പോയിൽ ചെയ്യുവാണോ? തമാശയ്ക്കും ഒരു ലിമിറ്റ് ഉണ്ട്. നീ ഗാർഡൻ ഇല്ലാതാക്കുവാണെങ്കിൽ ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. നീ എന്തിനാ അതൊക്കെ നോക്കുന്നത്? നീ ഞങ്ങളെ നശിപ്പിക്കുമല്ലേ? പറയണ നശിപ്പിക്കുമെന്ന്. ഭൂതം ഭൂതം. വീർ, സാറ് നമ്മളെ ഡ്രാമ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുക. നമ്മൾ ഈ ഡ്രാമയിൽ ടോട്ടലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റൂ. ഹേയ് മനുഷ്യ, കൂടുതൽ ചാടരുത്. ഈ കാടിനെ നീ നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. കലക്കി വീർ, എത്ര നന്നായിട്ടാണ് നീ ഡയലോഗ് പറയുന്നത്. തീർച്ചയായിട്ടും നീ ഡ്രാമയുടെ ഹീറോയായി മാറും. സോറി വീർ, നമ്മുടെ ഈ ഡ്രാമയിലെ ഹീറോ ബണ്ടിയാണ്. അവനെ കാണാൻ തന്നെ ഒരു ഹീറോയെ പോലെയുണ്ട്. ഈ നാടകത്തിലെ ഹീറോയുടെ പേരും ഹീറോ തന്നെയാണ്. എല്ലാവരും അവനെ ഹീറോ എന്നാണ് വിളിക്കുന്നത്. താങ്ക് യു സാർ. വീർ ഒരു മരമായി മാറി സ്റ്റേജിൽ അനങ്ങാതെ നിൽക്കണം. അവനൊരു മരം മണ്ടനല്ലേ സാർ? അവന് മരമായിട്ട് നിൽക്കാനേ പറ്റൂ. സാർ അവന് പറ്റൊരു റോള് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇംലി, നീ ഒരു മാനിന്റെ റോളാണ് ചെയ്യുന്നത്. കെ സിംഹത്തിന്റെ റോൾ ചെയ്യും. പിന്നെ പേക്കെ അനക്കോണ്ടയുടെ റോളും ചെയ്യും. വീർ അവന്റെ ഫ്രണ്ട്സ് ചിന്റുവിനെയും ചുൽബുലിനെയും വിളിച്ചോണ്ട് വരേണ്ടതാണ്. ചുൽബുൾ വരുന്നത് കൊണ്ട് ഒരു റിയൽ അനിമൽ ഫീൽ ഡ്രാമയ്ക്ക് കിട്ടുകയും ചെയ്യും. മറ്റുള്ളവരെല്ലാം അനിമൽസിന്റെ കോസ്റ്റ്യൂംസ് ഇടണം. പിന്നെ ചിന്റുവിന് ഗൊറില്ലയുടെ റോള് കൊടുത്തേക്കാം. അവന്റെ ശരീരത്തിന് അത് പറ്റിയ റോളാ. താങ്ക് യു സാർ. സ്കൂളിലെ ഡ്രാമയിൽ ബണ്ടി ഹീറോ ആയിക്കോട്ടെ, സാരമില്ല. എന്റെ ഹീറോ എപ്പോഴും നീ തന്നെയാ മോനെ. ബണ്ടി, നീ ഡയലോഗ് ഒന്ന് പറഞ്ഞു കേൾപ്പിക്കേ. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ഈ ആക്രമണം നിർത്ത്. ഈ കാടുകൾ വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. എടാ അഭിമാനമേ, മര്യാദക്ക് നിർത്തട മനുഷ്യ. അത് പിന്നെ സോറി. എടാ മരം മണ്ട അഭിമാനമേ. അല്ല, അടുത്ത ഡയലോഗ് എനിക്ക് എന്താ പറയേണ്ടത്? ബണ്ടി, നീ എന്താ ഈ പറയുന്നത്? നിനക്കൊരു ചെറിയ ഡയലോഗ് പോലും ശരിക്കും പറയാൻ പറ്റില്ലേ? ഈ ഡയലോഗൊക്കെ വീർ മണി പോലെ പറയും സാർ. എന്നാൽ ഒരു വർഷം ഒന്ന് പറഞ്ഞു കാണിക്ക്. ഡയലോഗ് പറയുന്ന അത്ര ഈസി ഒന്നല്ല. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ആക്രമണം ഒന്ന് നിർത്ത്. കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങളിലും ജീവനുണ്ട്. സാർ, എനിക്ക് ടോട്ടൽ സ്ക്രിപ്റ്റും നല്ലോണം ഓർമ്മയുണ്ട്. ശരി ഓക്കെ. വീർ, നീ നിന്റെ റോള് മാത്രം ചെയ്യേ. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ പിഗ്ഗി ബാങ്ക് തരുന്നതാണ്. ആ പിഗ്ഗി ബാങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, റിലേറ്റീവ്സ് എല്ലാവരിൽ നിന്നും ഒരു ഡൊണേഷൻ കളക്ട് ചെയ്യണം. ആ ക്യാഷ് വളരെ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ബുക്സിനും ഫീസിനുമായിട്ട് നമ്മൾ ചിലവാക്കുന്നതായിരിക്കും. ആവശ്യത്തിനുള്ള പണം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ? ഈ പിഗ്ഗി ബാങ്ക് വളരെ ചെറുതാണല്ലോ. ഇങ്ങോട്ട് താ, ആ പിഗ്ഗി ബാങ്ക് ഇങ്ങോട്ട് താ. ഇതൊന്നും നിങ്ങൾക്ക് ശരിയാവില്ല. എനിക്ക് ഏറ്റവും കുറഞ്ഞത് 4-5 എണ്ണെങ്കിലും വേണം. ഒരു പിഗ്ഗി ബാങ്ക് വെച്ച് എന്റെ മനസ്സിനറിയില്ല. ബണ്ടി, അവരുടെ പിഗ്ഗി ബാങ്ക് തിരിച്ചു കൊടുത്തേക്ക്. ആണോ? ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിച്ചോണ്ട് പോ. മര്യാദയ്ക്ക് ആ പിഗ്ഗി ബാങ്ക് തിരിച്ചു തന്നേക്ക്. നിന്നോടല്ലേടാ പറഞ്ഞത് തടിയാ? പിഗ്ഗി ബാങ്ക് തിരിച്ചു കൊടുത്തേക്ക്. ഇന്നൊരു നല്ല ചാൻസ് കിട്ടിയിരിക്കുക. വീറിനെടുത്തിട്ട് ഇന്ന് ശരിക്കൊന്ന് പെരുമാറണം. ഇവിടെ ആവുമ്പോ കാണാൻ ആരുമില്ല.
ബണ്ടി, ഇനി നീ ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്താ ഇതായിരിക്കും നിന്റെ ഗതി. വീർ, ഇത് കണ്ടോ? ഇതാണ് എന്റെ വലിയ പിഗ്ഗി ബാങ്ക്. ഇത് ഫുൾ ആൻഡ് ഫുൾ കോയിൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുക. നിന്റെ പിഗ്ഗി ബാങ്ക് കണ്ടു കഴിഞ്ഞാൽ നിന്നെ പോലെ തന്നെ ചുണ്ടലിയെ പോലെ ഉണ്ട്. ഇത്ര വലിയ പിഗ്ഗി ബാങ്കിന്റെ മുമ്പിൽ നിന്റെ പിഗ്ഗി ബാങ്ക് ചുണ്ടലിയെ പോലെയാണ്. എടാ ബണ്ടി, നീ വീറിനെ എലിയെന്ന് പറഞ്ഞല്ലേ? മര്യാദക്ക് സോറി പറ, ഇപ്പൊ തന്നെ പറയണം. ഇല്ല, ഞാൻ പറയില്ല. നീ എന്നെ എന്ത് ചെയ്യൂടാ? വീർ, സൂക്ഷിക്കണം, ഫോൺ ചെയ്യണം കേട്ടോ. എവിടെ പോയാലും വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പൂപ്പൻ വിഷമിക്കണ്ട. ഞങ്ങൾ ഒരു ദിവസത്തേക്കല്ലേ കാട്ടിലേക്ക് പിക്നിക്ക് പോകുന്നത്. ഒറ്റ ദിവസത്തിൽ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് എത്തും. എന്നാലും എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മോനെ. സോറി അപ്പൂപ്പ. നിങ്ങൾ എന്നെ മോനെ എന്ന് വിളിക്കുമ്പോ എനിക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ശരിക്കും ഞാനൊരു മനുഷ്യനായതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നു. നീ വെറും ഒരു സാധാരണ മനുഷ്യനല്ല മോനെ, നീ എന്റെ ജീവന്റെ ജീവനാണ്. ഇതാ മോനെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക. വീർ, നിന്റെ കൂടെ എന്നെയും കാട്ടിലേക്ക് പിക്നിക്കിന് വിളിച്ചോണ്ട് പോകുന്നു ഞാൻ പറയില്ല. പറഞ്ഞാ നീ വേണ്ടെന്ന് പറയും. അതുകൊണ്ട് ഞാനും ചിണ്ടുവും പിക്നിക്കിന് പോവാണ്. ബൈ. അക്കിടം പക്കിടം ആലം ഫാലം നിന്റെ അകടം പകടമൊന്നും ചെയ്യണ്ട. ചിണ്ടു നിക്ക്. എന്നോടെന്തിനാ കാശൊക്കെ ചോദിക്കുന്നേ? ഞങ്ങൾ ആർക്കും പൈസ കൊടുക്കാറില്ല, പൈസ വാങ്ങിക്കാറേ ഉള്ളൂ. ആരെങ്കിലും അവരൊന്ന് തടഞ്ഞു നിർത്ത്. കള്ളന്മാര് രക്ഷിക്കണേ. ഇംലി, നീ ചെന്ന ബസ്സിൽ കയറിയിരിക്കെ. ഞാൻ ഇപ്പൊ വന്നേക്കാം. റോബോ ബോയ് സ്യൂട്ട് ഓൺ. നിക്ക്. മര്യാദയ്ക്ക് അദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊണ്ടുപോയി കൊടുത്തേക്ക്. നമ്മുടെ വീറെങ്ങോട്ടാ പോയത്? സാർ, അവൻ ഇപ്പൊ വരും സാർ. എത്ര സമയമായി? ഒരു സ്ഥലത്തും അവൻ കൃത്യസമയത്ത് എത്താറില്ല. ഇതിൽ കൂടുതൽ നമുക്ക് വെയിറ്റ് ചെയ്യണ്ട സാർ. ബസ് ഡ്രൈവർ, ബസ് സ്റ്റാർട്ട് ചെയ്യ്. സാർ, സാർ. എന്താ കാശ്? താങ്ക് യു റോബോ ബോയ്. മിസ്റ്റർ കക്കാട്ട്, ദേ ആ റോഡ് എൻഡിൽ വീർ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അവൻ അല്പം ലേറ്റ് ആയി വന്നതിന് സോറി പറഞ്ഞിരിക്കുക. റോബോ ബോയ്ക്ക് എങ്ങനെ എന്റെ പേര് മനസ്സിലായത്? താങ്ക് യു റോബോ ബോയ്. ബോസ് ബോസ് ബോസ്, അവർ കാട്ടിലേക്ക് പിക്നിക്കിന് പോയിരിക്കുകയാണ്. ഈ സ്കൂളിലെ ആളുകൾ എത്ര നല്ലവരാ. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ഞങ്ങളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നില്ലല്ലോ. നീ എന്തിനാടാ എപ്പോഴും ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? നിനക്കിപ്പോ പിക്നിക്കിന് പോയാൽ പോരെ? നീ എന്റെ കൂടെ വാ, ഞാൻ കൊണ്ടുപോകാം. നമ്മൾ എല്ലാവരും ഇപ്പോൾ കാട്ടിലേക്ക് പിക്നിക്കിന് പോവുകയാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം ചെയ്യാനുണ്ട്. മാഡ് മാക്സ് ഡിംബക്ടോ, ഇവൻ ഒരു റോബോട്ടാണ്. ഇവന്റെ പേരാണ് ഡ്രാഗോസ്. വീർ ദ റോബോ ബോയെ ഇവൻ ഇല്ലാതെയാക്കും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവന്റെ കഥ അവസാനിപ്പിക്കും. ഈ റോബോയെ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ ഗ്ലൗസ് കയ്യിലിട്ടാൽ അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തും അവൻ ചെയ്യും. ഒരു ഫോണിൽ കൂടി നീ എന്ത് കമാൻഡ് പറഞ്ഞാലും അവൻ അതനുസരിച്ചിരിക്കും. ബോസ്, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബോസ്, എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് നമുക്ക് നോക്കാം. Meow. You are genius, boss. She's right, boss. She's right. ബോസ്, ഈ സാധനം നല്ലവണ്ണം വർക്ക് ആകുന്നുണ്ട് ബോസ്. എനിക്ക് വീണ്ടും ഒരു കാര്യം മനസ്സിലായി. നീ ഒരു മണ്ടനാണ്. അല്ല ബോസ്, നിങ്ങൾ ഏറ്റവും വലിയ ജീനിയസ് ആണ് ബോസ്. മാഡ് മാക്സിന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഞാൻ വെരി വെരി മാഡ് ആണ്. വരൂ അങ്കിൾ, ഞാൻ നിങ്ങളെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് വിട്ടേക്കാം.
ഒന്ന് നിക്ക്, വണ്ടി നിർത്ത്. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്. ഷെടാ ഇതെന്താ? ഈ ഡ്രാഗോസ് ആരാണ്? ഇതേതാണ്ട് ഒരു മാഗ്നറ്റ് റോബോട്ട് ആയിരിക്കും. ചിണ്ടു, ആ ഹോർഡിംഗിൽ എഴുതിയേക്ക് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന്. അകിടം പകിടം ആലം ഫാലം ഇക്കിടം തികിടം ദം ദമാദം. ബോസ് ബോസ്, റോബോ ബോയ് നമ്മുടെ പോസ്റ്ററിൽ തന്നെ ഉത്തരം എഴുതി വെച്ചിട്ട് പോയിരിക്കുകയാണ് ബോസ്. അവൻ നമ്മുടെ കൂടെ ഫൈറ്റിന് ഇല്ലെന്ന് തോന്നുന്നു. അവന് ഫൈറ്റിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല ബോസ്. അവൻ തീർച്ചയായിട്ടും ചെയ്യും. അവൻ അത് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ ഫൈറ്റ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുകയാണ്. കുറച്ചു മുമ്പ് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നോക്കുമ്പോൾ സിറ്റിയിൽ പല സ്ഥലത്തും പല അപകടങ്ങളും സംഭവിക്കുന്നുണ്ട്. ഡ്രാഗോസ് എന്ന റോബോട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. സിറ്റി മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഗോസ് പറയുന്നത് റോബോ ബോയ് ഫൈറ്റ് ചെയ്യാൻ വരാത്തതുവരെ അവൻ സിറ്റി എല്ലാം നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റോബോ ബോയ്, എത്രയും പെട്ടെന്ന് എന്റെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ ഈ നഗരം മൊത്തവും ഞാൻ നശിപ്പിക്കും. ഒന്നും ഞാൻ ബാക്കി വെക്കില്ല. നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട വീർ. വീർ, എമിലി, ഇനിയും കുറച്ചുകൂടെ കഴിക്ക്. മതി അപ്പൂപ്പ, വയറ് നന്നായിട്ട് നിറഞ്ഞു. ചിണ്ടുവിനോട് ചോദിക്ക്, അവൻ ഒരിക്കലും വിശപ്പടങ്ങാറേയില്ല. ഞാൻ അപ്പൂപ്പൻ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ മാത്രമേ കഴിക്കൂ. അപ്പൂപ്പ പലഹാരങ്ങൾ എപ്പോഴാ ഉണ്ടാക്കുന്നേ? ഇനി ഞാൻ ഉണ്ടാക്കുമ്പോ നിന്നെ ആദ്യം വിളിച്ചു തന്നേക്കാം കേട്ടോ. കൂട്ടുകാരെ, ഇന്ന് ദീപാവലിയാണ്. രാത്രിയിൽ ആരൊക്കെയാ പടക്കം പൊട്ടിക്കാൻ വരുന്നത്? എനിക്ക് ആ പൂക്കൂറ്റിന്ന് പറയില്ലേ, അതാ കൂടുതൽ ഇഷ്ടം. ശബ്ദങ്ങൾ കേൾക്കുന്ന പടക്കമൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടമല്ല. വീർ, ഇന്ന് ദിവാലിയാണ് മോനെ. ഇന്നാ പൈസ, മോൻ പോയി പടക്കം വാങ്ങിച്ചോ കേട്ടോ. താങ്ക് യു അപ്പൂപ്പ. ഞാനാണ് കാൽ, വെറും കാലല്ല, വിക്രാലാണ് ഞാൻ. ഈ പടക്കങ്ങളെല്ലാം ഞാൻ പൊട്ടിക്കും. രാത്രി വന്ന് നീ എല്ലാം നോക്കിക്കോ. എന്റെ പടക്കിങ് തിരിച്ചു തന്നേക്ക്. ബണ്ടി, നീ ചെയ്യുന്നതൊന്നും ഒട്ടും ശരിയല്ല കേട്ടോ. ബണ്ടി, അവന്റെ ക്രാക്കേഴ്സ് തിരിച്ചു കൊടുത്തേക്ക്. കൊടുക്കാനാ പറഞ്ഞത്. ഡാ, നീ പോയി നിന്റെ ജോലി നോക്ക്. ഇനി ഈ വിക്രാലിനെങ്ങാനും ദേഷ്യം വന്നാലുണ്ടല്ലോ, പിന്നെ നിന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്ത് കളയും. ഇത്ര വലിയൊരു റോക്കറ്റോ? ഈ റോക്കറ്റ് ഞാൻ തന്നെയാണ് കത്തിക്കാൻ പോകുന്നത്. നീ ഇപ്പോഴും തീരെ ചെറിയ കുട്ടിയല്ലേ? ചിണ്ടുവിന്റെ ഒരു കാര്യം. എന്റെ അമ്മേ! ചിണ്ടു, നിന്റെ മാജിക് ഒന്ന് നിർത്ത്. ഇല്ല, ഞാൻ നിർത്തില്ല. അവന് ശരിക്കും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. ശരി, ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടാൾക്കും ചേർന്ന് അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. മമ്മി, രക്ഷിക്ക്! നീ എന്താ ഇത്രക്ക് ലേറ്റ് ആയി വന്നത്? നീ ഇപ്പൊ വളരെ കെയർലെസ് ആയി മാറിക്കൊണ്ടിരിക്കുക. ഒരു ജോലി നീ മര്യാദക്ക് ചെയ്യുന്നതേ ഇല്ല. നല്ല കുട്ടിയെ മാറ്. ഐ എം വെരി സോറി. ഇങ്ങോട്ട് വാ, ഞാൻ ആ റോക്കറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചേക്കാം. എത്രയും പെട്ടെന്ന് എന്നെ താഴെ ഇറക്കി വിട്. എന്റെ പാന്റ് ഇപ്പൊ കത്തുന്ന തോന്നുന്നേ. റോബോ ബോയ്, രക്ഷിക്ക്! ഞാൻ ശരിക്കും എന്റെ ജോലി ചെയ്യാറില്ല. ഞാൻ നല്ലൊരു കുട്ടി അല്ലേ അല്ല. നീ വളരെ നല്ല ചെക്കനല്ലേ. ഐ എം വെരി വെരി സോറി. ഞാൻ ശരിക്കൊന്ന് വീട്ടിൽ ചെന്ന് ആലോചിക്കട്ടെ എങ്ങനെയൊരു നല്ല ചെക്കനാകുവാന്ന്. ബൈ ബൈ. ഞാൻ നിന്നെ പിന്നീട് വന്ന് രക്ഷിക്കാം.